അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ എളുപ്പത്തിലൊരു ഫിഷ് ഫ്രൈ ആണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല നമ്മൾ നേരത്തെ കൂട്ടി തയ്യാറാക്കി ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റും. സോ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പം അത് ഫിഷിൽ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വറുക്കാൻ പറ്റും. സോ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് ഈ ചാനലിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുമാതിരി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോണത് നിങ്ങളുമായിട്ട് ഇതൊരു നമ്മൾ ഫിഷ് ഫ്രൈക്കുള്ളൊരു മസാലയാണ്. നമ്മളത് റെഡിയാക്കിയിട്ട് ഇൻസ്റ്റൻറ്റ് മസാല മാതിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അത് എത്ര വേണമെങ്കിലും 1 മാസമല്ല അതിലും കൂടുതലിരിക്കും. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് കുരുമുളക്, കറിപ്പത്ത, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് കശ്മീരി ചില്ലി കുറച്ചെടുത്തിട്ടുണ്ട്, എരിവുള്ളത് വേറെ എടുത്തിട്ടുണ്ട്, ഉപ്പ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 5-6 ഫിഷ് നമുക്കതിനകത്ത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. നമ്മൾ എത്ര ഫിഷ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഇതെല്ലാം നമ്മുടെ പാകത്തിന് ഉപ്പ് എരിവ് എല്ലാം നമ്മുടെ പാകത്തിനെടുത്ത് അത് പൊടിച്ചിട്ട് നമുക്ക് അതിനെ സൂക്ഷിക്കാം. ഇത് ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ചതക്കേ വേണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യണതാണ് നല്ലത്. മിക്സിയിലിട്ട് പൊടിക്കാം, പക്ഷേ അത് അതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ചെയ്യണതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയ കുരുമുളകാണ്, നല്ല കുരുമുളകാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. നമുക്ക് അത് ഒരുവിധം നന്നായിട്ട് ക്രഷ് ആയില്ലേ, ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ക്രഷ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. ഇത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് തരാം. ഇപ്പോൾ കറിവേപ്പിലയും കുരുമുളകും കൂടി ഇത്ര നന്നായിട്ട് പൊടിഞ്ഞു കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാം എല്ലാം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മിക്സാണെന്ന്. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിടുക. ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജസ്റ്റ് ഫിഷ് എടുക്കുക, ഇത് അപ്ലൈ ചെയ്യുക, വറുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ അതിന് വേണ്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഒടിച്ചിട്ട് എടുക്കേണ്ട കാര്യമില്ല. ചിലവർ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ ഞാനതൊന്നും ചേർക്കാറില്ല. അതൊന്നും ഇല്ലാണ്ട് ചേർത്താൽ പോലും നല്ല രുചിയാണിത്. ഒരു മാസമോ 2 മാസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും, കേട് വരില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണിത്. നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം ഫിഷിൽ. അപ്പോൾ നമുക്കിതിൽ ഇപ്പം ഞാൻ 5 കഷ്ണമല്ലേ ഫിഷ് എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്രയും എടുക്കാം. ഇത്രയും മതിയാവും. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് പകരം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊരു പേസ്റ്റ് മാതിരിയാക്കാം. നന്നായിട്ട് പേസ്റ്റ് മാതിരി ആക്കുമ്പോൾ അത് ഫിഷിൽ പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഡസ്റ്റ് ആകുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ പിടിക്കില്ല, പൊടിയാകുമ്പോൾ. അപ്പോൾ ഇതുമാതിരി ഒരു പേസ്റ്റാക്കി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത് റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന്. ജോലിക്കൊക്കെ പോകണവരുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുണ്ടാക്കി ജസ്റ്റ് അപ്ലൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതും ചെയ്യാം, എളുപ്പമായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും മീൻ വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില താഴെ ഇടും. സാധാരണ നമ്മൾ ഈ ഇരുമ്പ് ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടാം. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഞാൻ അതിടും. കാരണം അതിടുന്നത് കൊണ്ട് ഈ കറിവേപ്പിലയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കും. എൻ്റെ മീനിലെപ്പോഴും ഇച്ചിരി കറിവേപ്പിൻ്റെ ടേസ്റ്റ് മുന്നിലായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് എത്ര മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം വറുക്കാൻ വയ്ക്കാം. വലിയ പാത്രമായതുകൊണ്ട് നമുക്ക് 4-5 ഒന്നിച്ച് വറുക്കാം. ഇത് പുരട്ടിയിട്ട് ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല, 5-10 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് കുറച്ച് നേരം ആയിട്ടിട്ട് നമുക്ക് തിളങ്ങിയിട്ട് നോക്കാം. കുറച്ച് തീ സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം കഴിക്കും. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഓൾമോസ്റ്റ് റെഡിയായി. ഇത് ഞാൻ പറയില്ല കേട്ടോ, അത് ഒരുപാട് ഹെൽത്തിയാണെന്ന്. കാരണം ഞാൻ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ്, നോർമലായിട്ടുള്ളതാണ്. ഹെൽത്തൊക്കെ നോക്കണവർ
എണ്ണയൊക്കെ കുറച്ചോ എയർ ഫ്രയറിലോ ഒക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കണതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെ തന്നെ ആയാലും ഒന്ന് വേറെ അല്ലേ. ഗ്യാസ് ഓഫ് ചെയ്തു. എണ്ണേനെ ഒന്ന് ടിഷ്യൂ പേപ്പറിലെടുത്ത് എണ്ണ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞാൽ പിന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഓണിയൻ ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കൂടെ നാരങ്ങ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് സാൽമൺ ആണ് കേട്ടോ. ഫിഷ് സാൽമൺ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഹെൽത്തി വേയിൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് എണ്ണ കുറച്ച് ഉണ്ടാക്കുക. ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് സാൽമൺ ഫിഷ് ഫ്രൈ റെഡി. അപ്പോൾ ഇതുപോലൊരു കൂട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് എടുത്തുണ്ടാക്കാൻ എത്ര എളുപ്പമാണല്ലേ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. മീൻ വറുക്കുമ്പോൾ മുളക് പൊടിയും ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് വെറുതെ വറുത്താലും അതിന് രുചി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ കറിവേപ്പിലയുടെ രുചിയും കുരുമുളകിൻ്റെ ആ ഒരു എരിവും എല്ലാം കൂടി ഇത് പ്രത്യേക രുചി ഉണ്ടാവും. അപ്പം എല്ലാവരും ഇതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഹാപ്പി കുക്കിംഗ്.